ഹലോ, നമസ്കാരം. രഞ്ജിനിയാണേ. ഞങ്ങളിന്ന് കൊച്ചിക്ക് പോവാം. മോളുടെ ബർത്ത്ഡേയാണ്. അപ്പം മോളെ ഹോസ്റ്റലിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് അവിടേക്ക് ഒന്ന് കറങ്ങണം. മോൾക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കണം. വലിയ ഗിഫ്റ്റൊന്നുമല്ല, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് തിരിച്ച് മോളെ ഹോസ്റ്റലിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോരണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കാപ്പ് കുടിക്കണം. അതിനൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അവിടെ നിർത്തിയിട്ട് ഹോട്ടലിലോട്ട് കയറുക. വെജിറ്റേറിയൻ ഹോട്ടൽ. പുറത്ത് കാറൊക്കെ കിടക്കുന്നുണ്ടാകുമ്പോൾ കരുതി അകത്ത് നല്ല ആൾ കാണുന്നു. പക്ഷേ അകത്തോട്ട് കയറിയപ്പോൾ ഞങ്ങളാണെന്ന് തോന്നി ഇന്ന് ആദ്യം വന്നവർ. അവിടെ വലിയ ആൾക്കാരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓർഡർ ചെയ്തിട്ടിരിക്കുക. ഫുഡ് വന്ന് കഴിച്ച് നോക്കി. എനിക്ക് പ്ലെയിൻ ദോശയും ചമ്മന്തിയും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് നിർഭാഗ്യം എന്ന് പറയട്ടെ, വൻ ഫ്ലോപ്പായിരുന്നു. കൊള്ളത്തില്ലായിരുന്നു. വൻ പ്രതീക്ഷയിലാണ് കയറിയ. പിന്നെ അവിടെ നിന്ന് വന്ന് മോളെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടി മോളെ കണ്ട സന്തോഷത്തിൽ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സുഭാഷ് പാർക്കിൽ കരുതി ഞങ്ങൾ വന്നേ. പക്ഷേ സുഭാഷ് പാർക്കൊക്കെ 3 മണിക്കോ 3:30 മറ്റൊക്കെ ഓപ്പൺ ആക്കത്തുള്ളൂ എന്ന് തോന്നുന്നു, വൈകിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്തൊരു കുഞ്ഞി പാർക്കുണ്ട്, അവിടെ പോയി. മോളുടെ കൂടെയുള്ള ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒരു മോളുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങളവിടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന്, മോള് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇതാണ് മോള്. നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം ഹോസ്റ്റലിലായി ഈ പരുവായി. കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ പഠിച്ചെല്ലാ പറ്റും, എന്ത് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചത് ഫ്ലോപ്പായി പോയല്ലോ. അപ്പം ഇവർ കൊച്ചുങ്ങൾക്ക് വിശക്കുന്നു. അപ്പം എന്നാൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത കറക്കമെന്ന് കരുതി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാം. ലഞ്ച് കഴിക്കണം. അതിന് സോൾട്ടിലെത്തി, തോപ്പുംപടിയുള്ള സോൾട്ട് റെസ്റ്റോറൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വലിയ അക്വേറിയൊക്കെ ഉണ്ട്. അവിടെ നല്ല വ്യൂ ആണ് ഫുഡ് കഴിക്കാതിരിക്കാനും ഒക്കെ. ഇതൊന്നും അല്ല, നല്ല വ്യൂ വേറെ ഉണ്ട്. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ ആദ്യം ഞങ്ങളെ കൊണ്ടുവന്ന സോൾട്ടിൽ. മോൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത്. പിന്നെ ഫുഡ് വന്നു. മോളും ഫ്രണ്ടും കുഴിമന്തി പറഞ്ഞു, ഞാനും എന്നോടൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഒരു കുഴിമന്തി ഷെയർ ചെയ്യുക. കുഴിമന്തി വന്നപ്പം മോള് പറയാം, എനിക്ക് സദ്യ മതിയായിരുന്നു, ചോറും മീൻ കറിയും മതിയായിരുന്നു. ആദ്യമേ അത് പറഞ്ഞായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുഴിമന്തി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി. അവിടെയാണ് ശ്രീകുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായത്, മാങ്ങ മുളക് പൊടി ഇട്ടത്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടുന്ന് മാങ്ങ മുളക് പൊടി ഇട്ടതും അത് സൂപ്പറായിരുന്നു. രാവിലത്തെ കാപ്പി ഫ്ലോപ്പായി പോയാലും ഉച്ചക്കലത്തെ ലഞ്ചും മാങ്ങ മുളക് സൂപ്പർ സാധനമായിരുന്നു. അതൊക്കെ കഴിച്ച് വാസ്കോ ഡ ഗാമ ചർച്ച്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ചോളമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ശ്രീകുട്ടിക്ക് ചോളം കഴിച്ച് നോക്കിയാൽ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വാസ്കോ ഡ ഗാമ ചർച്ചൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് മോളെ ഹോസ്റ്റലിലാക്കി. ആക്കിയ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പ്രാവശ്യം ഭയങ്കര വിഷമമായിരുന്നു. കണ്ടേ കുമരകത്തെ ഈ കാഴ്ച കണ്ടിട്ട് അങ്ങ് പോയിട്ട് തിരിച്ച് ഞങ്ങൾ കട്ടൻ കുടിക്കാമെന്നും പറഞ്ഞ് വന്നേ. അങ്ങനെ കട്ടനൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു.